ആഫ്റ്റർ സ്കിൻ കെയറിന് ശേഷം ഞാൻ പ്രൈമറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. സ്കിൻ കെയർ എന്ന് പറയുന്നത് ടോണർ, പിന്നെ ഒരു സെറം അപ്ലൈ ചെയ്തിട്ടുണ്ട്, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലോക്ക് ചെയ്ത് വെക്കുന്നതിന് പിന്നെ മേക്കപ്പിൻ്റെ ഒരു ബേസ് ആയിട്ടുമാണ് നമ്മൾ ഈ ഒരു പ്രൈമർ ഉപയോഗിക്കുന്നത്. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതിൽ അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റി ഉണ്ട്, അടിപൊളി സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. നമുക്ക് ഈ ഓപ്പൺ പോഴ്സും അതുപോലെ ഈ കുരുക്കൾ വന്ന പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പൊന്തിയൊക്കെ നിൽക്കില്ലേ, അതൊക്കെ നല്ലപോലെ നീറ്റായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു പ്രൈമർ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഇൻസൈറ്റിൻ്റെ ഒരു എന്താ പറയുക കളർ കറക്റ്ററും അതുപോലെ തന്നെ കൺസീലറൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഓറഞ്ച് കൺസീലർ ഞാൻ കണ്ണിൻ്റെ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഉറക്കമില്ലായ്മയൊക്കെ ഇഷ്ടം പോലെയാണല്ലോ. അപ്പോൾ പിന്നെ അവിടെ ഒരു പൊന്തി നിൽക്കുന്നൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ചുണ്ടിൻ്റെ ഈ രണ്ട് ഭാഗത്തും യക്ഷിപ്പല്ല് പോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവിടെയും നമുക്ക് ഈ ബ്ലാക്ക് കളറുള്ളവരിൽ കൂടുതൽ ഒരു പിഗ്മെൻറ്റഡ് ആയിട്ട് ഇരിക്കും ആ ഒരു സ്ഥലം. അപ്പോൾ അവിടെയും പിന്നെ എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു പാടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയും അപ്ലൈ ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഒപ്പി കൊടുക്കുകയാണ് കേട്ടോ. അത് അപ്പോൾ തന്നെ നമുക്ക് പോയി കിട്ടും കേട്ടോ. അതിനുശേഷം അതിൽ തന്നെയുള്ള ഒരു ലൈറ്റ് കളർ എടുത്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ണിൻ്റെ അവിടെ ആയാലും കൂടുതൽ കണ്ണിൻ്റെ അവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം കണ്ണിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് കുഴി വന്ന പോലത്തെ ഒരവസ്ഥയായി പോയി, ഓർക്കല്ലാതെ മോനുള്ളതുകൊണ്ട്. അപ്പോൾ അവിടെയും നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് കണ്ണിൻ്റെ മുകളിലും അപ്ലൈ ചെയ്തിട്ട് കണ്ണിൻ്റെ ചുറ്റും നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ പോയി കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ഈ കണ്ണിൻ്റെ ഇവിടെ പൊന്തി നിൽക്കുന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം അത് എന്താ പറയുക നമുക്ക് കാണാത്ത രീതിയിലാവും ഇങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനെല്ലാം കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ബ്രഷ് വെച്ചിട്ട് ചെയ്തിട്ട് അത്ര പരിചയമില്ലാത്തതുകൊണ്ടും പിന്നെ ബ്രഷ് എൻ്റെ മോൻ വലിച്ചെറിയുന്നത് കൊണ്ടും ഞാൻ അതാണ് ചെയ്യുന്നത്. പിന്നെ NYBയുടെ ഒരു ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. ഫൗണ്ടേഷൻ കുറച്ചെടുത്താൽ മതി കേട്ടോ. അത്രയും കവറേജ് കിട്ടുന്ന ഒരു ഫൗണ്ടേഷനാണ്. അത് ഞാൻ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നല്ല പോലെ ബ്ലെൻഡ് ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് ലേശം എടുത്താൽ മതി കേട്ടോ. ലേശം എടുത്തു കഴിഞ്ഞാൽ ഫുൾ കവറേജ് കിട്ടും. കഴുത്തിലേക്ക് ആയാലും ആ ഒരു കുറച്ച് ഞാൻ എടുത്തിട്ടില്ലേ അത്രയും മതി. ഇപ്പോൾ ബ്രഷൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ ബ്രഷിലും കുറച്ച് പിടിച്ചു എന്ന് വരും. പക്ഷേ കയ്യിലാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യാനും എളുപ്പമാണ്, എല്ലാത്തിനും എളുപ്പമുള്ള. അതുപോലെ എൻ്റെ ഒരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. അതുപോലെ തന്നെ ആ കൺസീലർ പാലറ്റിൻ്റെയും ഇൻസൈറ്റിൻ്റെ അതും ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും നിങ്ങളൊന്ന് പോയി കാണുക സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം തന്നെ ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. എങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക കളറുമായിട്ട് ചേർന്ന് ശരിക്കും അങ്ങോട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇട്ട പാടെ കാണുമ്പോൾ ഒരു വെള്ളപ്പാണ്ടടിച്ച പോലെയൊക്കെ തോന്നും. പക്ഷേ ഇട്ടിട്ട് നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ കറക്റ്റ് ആ ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ഫൗണ്ടേഷനാണ്. അതിനുശേഷം NYBയുടെ തന്നെ കോണ്ടോർ ഞാൻ എടുക്കുന്നുണ്ട്. എൻ്റെ മൂക്ക് നല്ല പതിഞ്ഞ മൂക്ക്. അപ്പോൾ മൂക്കൊന്ന് ഷാർപ്പനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് എനിക്ക് ശീലമൊന്നുമില്ല, എന്നാലും വെറുതെ ഒന്ന് മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് വെറുതെ ആദ്യമായിട്ട് പൊട്ടിച്ചത് മേടിച്ച് വെച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ഞാനൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ. അതിനുശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ബ്ലഷ്. അപ്പോൾ ഞാൻ ബ്ലഷൊന്നും ഇടാറുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഊട്ടിപ്പോയപ്പോൾ ഇത് 100 രൂപയ്ക്കാവും അങ്ങോട്ട് വാങ്ങിയ ഏതോ ഒരു ലോക്കൽ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ അടിപൊളിയാണ് ഇത് സംഭവം. മറ്റേ കോസ്മെറ്റിക്സിൻ്റെ കടയൊക്കെ ഉണ്ടാവില്ലേ ഈ ബംഗാളികളുടെ ഹിന്ദിക്കാരുടെയൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ ഞാനിത് ഇട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു ബ്ലഷ്. ഞാനപ്പോൾ ഇങ്ങനെ ഡോട്ടായിട്ട് ഈ പുരികത്തിൻ്റെ ഈ ഭാഗം മുതൽ കവൾ വരെ ഇടും. പിന്നെ മൂക്കുമ്മ, പിന്നെ നെറ്റിയും ഒരു ഡോട്ടും, പിന്നെ താടിയും ഒരു ഡോട്ടും കൊടുക്കൂട്ടോ. ഇതാണ് എൻ്റെ ബ്ലഷ് ഇടലെന്ന് പറയുന്നത്. നല്ലോണം എന്താ പറയുക കൈ വെച്ചിങ്ങനെ അമർത്തി കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ലോണം ബ്ലെൻഡായിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് കാണുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം കഴിയണം നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ സാധാരണ ഞാൻ ഉപയോഗിക്കാറ് ഒരു ബ്രൗൺ ഐബ്രോ ആണ്. പക്ഷേ ഞാനിപ്പോൾ എന്തായാലും ബ്ലാക്ക് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബ്ലാക്ക് ഉപയോഗിക്കുകയാണ്. ഞാൻ ത്രെഡൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ത്രെഡ് നാളെ ചെയ്തതാണ് ഒരു മാസം മുന്നേ. അപ്പോൾ ആ ചേച്ചി എൻ്റെ ഈ ഒരു ഭാഗത്തെ ഫ്രണ്ടിലെ മുടി അങ്ങോട്ട് കുറച്ച് എടുത്ത് പോയി. എന്നിട്ട് അയച്ചോറിന് വരയ്ക്കുമ്പോൾ ഒന്ന് ശരിയാക്കിക്കോളാൻ. അപ്പം ഞാൻ ബ്ലാക്ക് അതുകൊണ്ടാണ് ഉപയോഗിച്ചത്. വെറുതെ ഒന്ന് കറുപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ ഈ ഒരു ഐബ്രോ പെൻസിൽ. അല്ലെങ്കിൽ ഞാൻ ബ്രൗൺ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ വെറുതെ ഒന്ന് ചുമ്മാ ആ ഒരു ഷാർപ്പായിട്ട് നിൽക്കുന്ന ഭാഗം ഒന്ന് കറുപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പൗഡർ ഞാൻ ഓൾറെഡി ഇട്ടു. അത് ഡാസിലറിൻ്റെ ഒരു ഹണി ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു പൗഡറാണ്. ഞാൻ ഓൾറെഡി ഇട്ടു കേട്ടോ. മുന്നേ തന്നെ കണ്ണെഴുതുന്നേക്കാളും മുന്നും ഐ ഷാഡോ ഇടുന്നേക്കാളൊക്കെ മുന്നേ ഞാൻ ഈ ഒരു സംഭവം ഇടും. അതിനുശേഷം ഞാൻ ഐ ഷാഡോ ഇടുന്നുണ്ട്.
ആദ്യം ഒരു ലൈറ്റ് കളർ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പിങ്ക് കളറാണ് അപ്ലൈ ചെയ്യുന്നത്. പിങ്ക് കളറിന് ശേഷം ഞാൻ ഗ്ലിറ്റർ ഉള്ളതൊന്ന് വെറുതെ ഐലൈനർ പോലെ ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കും കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് കണ്ണ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എന്താ പറയുക, ഏതിട്ടെങ്കിലും അതിൻ്റെ മുകളിൽ കൂടെ ഒരു കുഞ്ഞായിട്ട് ഞാൻ ഒരു ഗ്ലിറ്ററും കൂടെ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. വലിയ അലമ്പില്ലാത്ത രീതിയിൽ എഴുതും, കുറേ ഒന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ ലിപ്സ്റ്റിക് കൊണ്ടാണ് പൊതുവിൽ ഇടാറ്. എനിക്കിത് പൗഡർ പോലത്തെ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് എന്താ പറയുക ലിക്വിഡ് കൺസിസ്റ്റൻസിയിലിരിക്കുന്ന ഐഷാഡോയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഇതാണ് ഇടുന്നത്. പിന്നെ ഒരു പിങ്ക് എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ ഈ ഒരു അടിഭാഗത്തും കണ്ണൊന്ന് ഞാൻ തുറന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വണ്ണുള്ളതുകൊണ്ട് തന്നെ കണ്ണ് ഉള്ളിലേക്ക് പോയ പോലെ തോന്നും. അപ്പോൾ ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് പോവാത്ത കണ്ണ് പോലെ നമുക്ക് അനുഭവപ്പെടും കേട്ടോ. അപ്പോൾ ഒരു പിങ്കോ അല്ലെങ്കിൽ ലൈറ്റ് കളറോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ആയാലും മതി, ലൈറ്റ് കളർ ലിപ്സ്റ്റിക് ആയാലും അങ്ങനെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ കണ്ണെഴുതിയ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, മറന്നുപോയി. അപ്പോൾ ഞാൻ എന്താ പറയുക അടിയിലും മുകളിലായിട്ട് വാലിട്ട് കണ്ണെഴുതി. പിന്നെ ഞാൻ ലിപ്പ് ലൈനർ വരച്ചു കൊടുക്കുന്നുണ്ട്. സ്വീസ് ബ്യൂട്ടിയുടെ തന്നെയാണ് ലിപ്പ് ലൈനർ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. പൊതുവിലെ ഈ ഒരു ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലിപ് ലൈനർ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ലിപ് ലൈനർ വരയ്ക്കുന്നത്. അതിനുശേഷം ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞ് ഞാൻ ഓൾറെഡി ഒരു റെഡ് പോലത്തെ, പിന്നെ ഞാൻ വിചാരിച്ചു വേറൊരു ബ്രൗൺ കളറും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്രൗൺ കളറാക്കി മാറ്റി കേട്ടോ ലിപ്സ്റ്റിക്ക്. അത് ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് മെബ്ലിൻ്റെ. അതൊരു അടിപൊളി ലിപ്സ്റ്റിക്ക് തന്നെയാണ് കേട്ടോ. റെഡിൻ്റെ കൂടെ കളർത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു കളറായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആ ലിപ്സ്റ്റിക്കും ഇടുന്നുണ്ട്. ഞാനെല്ലാം ഉൾട്ടാണ് കേട്ടോ, പല പല രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് മുടി കെട്ടി കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പരിപാടീസ് കഴിഞ്ഞു. പിന്നെ മസ്കാര ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കണ്ണെഴുതിയപ്പോൾ മസ്കാര അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ മുടി ഇങ്ങനെ ചെറുതായി പിന്നിട്ട് ബാക്കിലേക്ക് ഇട്ടിട്ട് പിന്നെ മുടി അഴിച്ചിട്ടാന്നാണ് വിചാരിച്ചത്. അത് ഭംഗിയില്ലാന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ വേറെ തരത്തിൽ കിട്ടും ചെയ്തു കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. കാരണം മാലയും കമ്മലൊക്കെ ഇട്ട് വന്നപ്പോൾ ആ മുടി അങ്ങോട്ട് അഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു മുടിയൊന്നും മടഞ്ഞു കേട്ടാന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഈ ഒരു ലുക്ക് നല്ലതാണ്. പക്ഷേ കമ്മലും മാല ഇട്ട് വന്നപ്പോൾ ഒരു മാതിരിയായി പോയെന്നുള്ളൂ കേട്ടോ. പിന്നെ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ഈ ഡ്രസ്സ് മാറിയിട്ട് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര പ്രശ്നം. നമുക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ മേക്കപ്പ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട്. എങ്കിലും വയർക്കൂട്ടുക. അപ്പോൾ ഫാനിൻ്റെ ചോട്ടിൽ നിന്നാൽ മതി, അത്രയുള്ളൊരു പ്രശ്നമില്ല. ഒരു പരിഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ മുടിയുടെ അവിടെ നിന്ന് ഇങ്ങനെ ചെവിയുടെ അവിടെ നിന്ന് മുടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ചബ്ബി കോളൊക്കെ ആയിട്ടിരിക്കുന്നവർക്ക് കുറച്ച് എന്താ പറയുക നീളം വന്ന പോലെ തോന്നും കേട്ടോ. അതായത് വണ്ണം കുറഞ്ഞ പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഈ മുടി ആക്കിയതിന് ശേഷമാണ് ഞാൻ കമ്മൽ മാലിട്ടത്. അപ്പോൾ തന്നെ മുടിയുടെ ഏകദേശം പണി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ കമ്മലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് വാങ്ങിച്ചൊരു കമ്മലാണ്, ഒരു ജുമുക്ക് കമ്മൽ. പിന്നെ മറ്റേത് ഞാൻ കല്യാണിൽ ഒരു 7 വർഷം മുന്നേ വാങ്ങിച്ച ഒരു മാലയാണ് കേട്ടോ. കല്യാണിൽ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അത് നല്ലതാണ് കേട്ടോ. ഒരു 150 രൂപ ആ മാലയ്ക്കുള്ളൂ. പക്ഷേ ഇത്ര കാലമായി ഞാനത് ഉപയോഗിക്കുന്നു. അടിപൊളി മാലയാണ് കേട്ടോ. അപ്പോൾ ഈ മുടിയെല്ലാം പോയതിന് ശേഷം അപ്പോൾ ഞാൻ വിചാരിച്ചു 4 മടച്ചിൽ മടയാന്ന് വിചാരിച്ചിട്ട് മുടിയൊക്കെ എടുത്തിട്ട് ഞാൻ 4 മടച്ചിൽ മടഞ്ഞിട്ട് ഇതാണ് ഫൈനൽ ലുക്ക് ആയിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു 4 മടച്ചിലാക്കാം എന്ന് വിചാരിച്ചിട്ട് 4 മടച്ചിലാക്കി. അപ്പോൾ ഞാൻ ഒരു തുളസിയും അതുപോലെ തന്നെ ഒരു വെള്ളപ്പൂ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടൊരു മുല്ലപ്പൂ മാല പോലെ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ 4 മടച്ചിൽ മടഞ്ഞിട്ട് ആ മുടിയിൽ തിരികുകയും ചെയ്തു കേട്ടോ. പിന്നെ മുടിയൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുമ്പോൾ ഒരു സുഖമാണ് കേട്ടോ ഈ ചൂട്ടത്ത് മെയിനായിട്ട്. അതാണ് മെയിൻ കാര്യം. മുടി അഴിച്ചിടാൻ ഇഷ്ടമാണ്. മുടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ചബ്ബി ഈ ഫേസ് ഉണ്ടല്ലോ നല്ല പോലെ ചെറുതായിട്ട് തോന്നും, അതായത് നല്ല ഭംഗിയായിട്ട് തോന്നും. മുടി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് വലുതായി തോന്നും. ഈ വണ്ണുള്ളവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഞാൻ മുടിക്കായൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു മാല ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാനിടയ്ക്ക് ഈ സംഭവം തന്നെയായിട്ട് തലയിലിട്ട് പോകും. അപ്പോൾ കാണാൻ അതൊരു രസമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ടിട്ട് പോവുക. പിന്നെ ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരു മുല്ലപ്പൂ അല്ലാത്ത മുല്ലപ്പൂ എന്താ പറയുക തലയിൽ വെക്കാനുള്ള ഒരു സംഭവം. ആ സംഭവം ഞാൻ എങ്ങനെയാണ് ഇടേണ്ടതെന്നൊരു പിടുത്തുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ഞാനിങ്ങനെ വെറുതെ വിട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ആ മേക്കപ്പ് ലുക്കും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. എങ്ങനെയെങ്കിലൊക്കെ ഒരുങ്ങി പോവാന്നല്ലാതെ മേക്കപ്പൊക്കെ ചെയ്യും, പക്ഷേ അങ്ങനെ മേക്കപ്പ് ലുക്ക് അങ്ങനെ അധികം ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക കമൻറ്റ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം എത്തും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞ പോലെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഹാപ്പി വിഷു. ചാച്ചാ.